യുദ്ധത്തിൻ്റെയും വിമാന ദുരന്തത്തിൻ്റെയും ഉപതെരഞ്ഞെടുപ്പിൻ്റെയും വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബംഗ്ലാദേശിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ തറവാട്ട് വീട്, അവിടെ ഒരു മ്യൂസിയമായിട്ട് പണ്ട് മുതലേ സംരക്ഷിച്ചു വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഏതാനും സാമൂഹ്യ വിരുദ്ധർ തല്ലി തകർത്തു എന്നുള്ളതാണ്. ഈ സാമൂഹ്യ വിരുദ്ധരെക്കുറിച്ച് അറിയാവുന്നവർക്ക് അതിൽ വലിയ അത്ഭുതം തോന്നുകയില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും തല്ലി തകർക്കാം. അതിന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വസതിയെന്നോ ഇനി ഏതെങ്കിലും പൈതൃക മന്ദിരമെന്നോ ദേവാലയമെന്നോ ഒന്നും യാതൊരു വ്യത്യാസവും കരുതേണ്ടതില്ല. പക്ഷേ ബംഗ്ലാദേശിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റുകയില്ല. ഇവിടെ പത്ര റിപ്പോർട്ടുകളനുസരിച്ച് സംഭവിച്ചത് ഇങ്ങനെയാണ്. ഈ മ്യൂസിയം കാണാൻ വന്ന 2 പേർ അതിൻ്റെ കാവൽക്കാരനുമായിട്ട് എന്തോ കാര്യത്തിൽ വാക്കുതർക്കമുണ്ടായി. അതിനെ തുടർന്ന് ഇവർ പുറത്തു പോയി 2 ദിവസത്തിന് ശേഷം ഒരു വലിയ ആൾക്കൂട്ടവുമായി വന്ന് ഈ സ്മാരകം തല്ലി തകർക്കരുത്. കാവൽക്കാരനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി. അയാൾക്കിട്ട് 2 കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. ഈ അഭിപ്രായ വ്യത്യാസത്തെ സ്മാരകം തല്ലി തകർക്കാനുള്ള ഒരവസരമായിട്ട് മാറ്റി തീർത്തതിലാണ് ഇവരുടെ വിജയം കുടികൊള്ളുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ കൂടി സ്വത്താണ്. അദ്ദേഹം ജനിച്ചത് കിഴക്കൻ ബംഗാളിലാണ്. ഇപ്പോൾ ബംഗ്ലാദേശായി തീർന്നിരിക്കുന്ന സിറാജ് ഗഞ്ച് ജില്ലയിലാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന വീട് നമ്മൾ കാണുന്നത് കൽക്കട്ടയിലാണ്. 2 സംസ്ഥാനങ്ങൾക്കും 2 രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനായ ഒരാളാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ടാഗോറാണ് നമുക്കറിയാം. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായിട്ടുള്ള അമർ സോണാർ ബംഗ്ല, അതും ടാഗോറിൻ്റെ കൃതിയാണ്. ഈ അമർ സോണാർ ബംഗ്ലയ്ക്ക് തന്നെ വലിയ ചരിത്രമുണ്ട്. ടാഗോർ എഴുതിയ നിരവധി കവിതകളിൽ ഗാനങ്ങളിൽപ്പെട്ട ഒരു അത്ര പ്രധാനപ്പെട്ട അല്ലാത്ത അല്ലെങ്കിൽ അത്ര പ്രശസ്തമല്ലാത്തൊരു ഗാനമായിരുന്നു ഇത്. ഈ പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽക്ക് ബംഗ്ലാദേശീയതയുടെ ഒരു ഉരകല്ലായിട്ടാണ് അവർ രവീന്ദ്രനാഥ ടാഗോറിനെ കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് പശ്ചിമ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് കിഴക്കൻ ബംഗാളിലെ ഭരിച്ചുകൊണ്ടിരുന്ന സൈനിക ജൂണ്ടയ്ക്ക് പ്രത്യേകിച്ചും രവീന്ദ്രനാഥ ടാഗോറിനോട് വലിയ കലിപ്പായിരുന്നു. ഒരു സമയത്ത് ജനറൽ അയൂബ് ഖാൻ്റെ സർക്കാർ ബംഗാൾ റേഡിയോ, ഡാക്ക റേഡിയോ രവീന്ദ്ര സംഗീതം പ്രക്ഷേപണം ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തി. അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശതാബ്ദി ആഘോഷിച്ചപ്പോഴും അതിനെ പരമാവധി നിരുത്സാഹപ്പെടുത്താനായിട്ട് സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് ചരിത്രം. പക്ഷേ ആ നിരുത്സാഹപ്പെടുത്തലിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെയുള്ള ബംഗാളി ഭാഷാപ്രേമികൾ, കവിതാപ്രേമികൾ, ടാഗോറിൻ്റെ ആരാധകർ പശ്ചിമ ബംഗാളിലെന്ന പോലെ സാമാന്യം ആഘോഷമായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ശതാബ്ദി കിഴക്കൻ ബംഗാളിലും ആചരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഘർഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ബംഗ്ലാദേശീയത മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ശക്തിപ്പെട്ട സമയത്ത് അപ്പോഴാണ് ഈ ഗാനം കണ്ടെത്തിയത്. ഇത് അമർ സോണാർ ബംഗ്ല എന്ന ഗാനം നേരത്തെ ഉണ്ടെങ്കിലും അതിനിപ്പോൾ കേൾക്കുന്ന ഈണം നൽകിയത് അത് ബംഗാളിൻ്റെ ചെറുത്ത് നിൽപ്പിൻ്റെ ഒരു പ്രതീകമാക്കി മാറ്റിയത് മുജീബുർ റഹ്മാൻ്റെ ഈ വിമോചന സമരം നടക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻകാർക്കും പാകിസ്ഥാൻ ചിന്താഗതിക്കാർക്കും ഈ ഗാനത്തോടും എതിർപ്പാണ്, കവിയോടും വലിയ എതിർപ്പാണ്. അപ്പോൾ അതിനുശേഷം പലതവണ പാകിസ്ഥാനോട് പക്ഷപാതിത്വമുള്ള സർക്കാരുകൾ അധികാരത്തിൽ വന്നെങ്കിലും അവരാരും ദേശീയ ഗാനം മാറ്റാനോ അതല്ലെങ്കിൽ ടാഗോറിൻ്റെ ഒരു ദേശീയ കവി എന്നുള്ള നിലയ്ക്കുള്ള സ്ഥാനം അപഹരിക്കാനോ അദ്ദേഹത്തിൻ്റെ വസതി മ്യൂസിയമായിരുന്നത് അല്ലാതാക്കാനോ അത് തകർക്കാനുള്ള ശ്രമവും നടത്തിയില്ല. കാരണം അത്ര ദുഷ്ടന്മാരൊന്നും ഇതപര്യന്തം ബംഗ്ലാദേശിൽ ഭരിക്കാൻ വന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ എണ്ണത്തിൽ കുറവുള്ളെങ്കിലും വലിയ ഗുണ്ടായിസം നടത്താൻ കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ്. അവരാണ് ഈ വിദ്യാർത്ഥികളെ കുത്തിയിളക്കി വലിയ സമരം നടത്തി ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഓടിച്ചത്. അവർ തന്നെയാണ് ഇപ്പോഴത്തെ ഈ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞൊരു യൂസ്ലെസിൻ്റെ നേതൃത്വത്തിൽ ഒരു പാവ ഗവൺമെൻറ് ഉണ്ടാക്കി പുറകിൽ നിന്ന് ഭരിക്കുന്നത്. അവരാണ് മുജീബുർ റഹ്മാൻ്റെ പ്രതിമകളെ അടിച്ച് തകർത്ത് ഇപ്പോഴും തകർത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ താല്പര്യപ്രകാരമാണ് സർക്കാർ ഈ കറൻസിയിൽ നിന്ന് മുജീബിൻ്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തത്. അവരുടെ താല്പര്യപ്രകാരം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം റദ്ദാക്കിയതും ജയിലിൽ കിടക്കുന്ന നേതാക്കന്മാരെയൊക്കെ മോചിപ്പിച്ചത്.
അവരുടെ താല്പര്യപ്രകാരമാണ് ഈ BNP എന്ന് പറഞ്ഞ അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ നിരോധനം നീക്കിയത്, നേതാക്കളെ മോചിപ്പിച്ചു. അവരുടെ താല്പര്യപ്രകാരം തന്നെയാണ് അവാമി ലീഗ് എന്ന് പറഞ്ഞ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ നിരോധിച്ചത്. അതിൻ്റെ നേതാക്കന്മാരെ ഇപ്പോൾ ജയിലിലടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. അവർ തന്നെയാണ് വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യ വിരോധം, ഹിന്ദു വിരോധവും ന്യൂനപക്ഷ വിരോധവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ആപൽക്കരമായ സ്ഥിതിവിശേഷത്തിൽ കൂടിയാണ് രാജ്യം കടന്നു പോകുന്നത്. അതിൻ്റെ ഫലമായിട്ട് സമ്പദ് വ്യവസ്ഥ ആകെ താറുമാറായി, രാഷ്ട്രീയ സംവിധാനവും കുഴപ്പത്തിലായി, ജനാധിപത്യം എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഉടനെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് ഈ യൂസ്ലെസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ വാക്ക് പാലിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഇയാൾ വെറും പാവയാണ്, ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുമ്പോൾ ഇയാൾ തലകുത്തി പറയും. അങ്ങനത്തെ ഒരു വിഡ്ഢി കൂശ്മാണ്ഡമാണ് ഈ നോബൽ സമ്മാന ജേതാവ് എന്ന ആളുകൾ പറയുന്ന ഈ നമ്മുടെ യൂസ്ലെസ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇനി ബാക്കിയുണ്ടായിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ മാത്രമാണ്. മുജീബ് റഹ്മാനെ രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു, ഹസീനയുടെ പാർട്ടിയെ നിരോധിച്ചു, അവർക്ക് ഇനി നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞു. ഇനി ആകെ ബാക്കിയുള്ള എന്താണ്? ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ വീണ്ടും ലയിപ്പിക്കുക, ഒരു ഓപ്ഷൻ. 2, ഇന്ത്യയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക. 3, ആ രാജ്യത്തുള്ള മൊത്തം ഹിന്ദുക്കളെയും ക്രൈസ്തവരടക്കമുള്ള ബുദ്ധിസ്റ്റുകളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെയും അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുക, അല്ലെങ്കിൽ കൂട്ടക്കൊല നടത്തുക, 1971 നടത്തിയ പോലെ. പിന്നെ ഇതുപോലെ ബാക്കിയുള്ള സാംസ്കാരികമായിട്ടുള്ള എല്ലാ മുദ്രകളും മാറ്റി കളയുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വസതി, മ്യൂസിയമായി പ്രവർത്തിച്ചിരുന്ന സ്ഥലം അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയത്. ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് അതിരൂക്ഷമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ബംഗ്ലാദേശ് ഗവൺമെൻറ്റിൻ്റെ ഒരു വിശദീകരണം വന്നിട്ട് ഞങ്ങൾ കേസ് ഗുരുതരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രതികളെ കണ്ടെത്തുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും എന്നാണ് അവരുടെ വിശദീകരണം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരുപാട് കണ്ടിട്ടുള്ളതും ഒരുപാട് കേട്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ പ്രതികളെ 2 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയും. അറസ്റ്റ് ചെയ്തവർക്ക് എത്ര മണിക്കൂറിനുള്ളിൽ ജാമ്യം കിട്ടും എന്നും, അവർ ഇനി അവിടെ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് പിന്നെ എന്ത് ഗുണ്ടായുസമാണ് കാണിക്കാൻ പോകുന്നതെന്നും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഏതായാലും ഇത് ഇന്ത്യയിലെ ബംഗാളി സമൂഹം ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്, തൃണമൂൽ കോൺഗ്രസും പ്രതിഷേധിക്കുന്നുണ്ട്, BJP പ്രതിഷേധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ത്രിപുരയിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇതൊന്നും അറിഞ്ഞായിട്ട് ഭാവമില്ല, അടുപ്പൂട്ടിച്ചർച്ച കാര്യങ്ങൾ സംഭവം അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവരതിനെ സൈദ്ധാന്തിക തലത്തിൽ ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ ചർച്ച നടത്തുകയുള്ളൂ. മിക്കവാറും ദാവൂദ് സാഹിബ് തന്നെ വരും. ഈ രവീന്ദ്രനാഥ ടാഗോർ അത്ര വലിയ കവിയൊന്നുമല്ല, അയാളുടെ കയ്യിൽ ചോരയുണ്ട്, അയാൾ ബ്രിട്ടീഷുകാരുടെ ഏജൻ്റായിരുന്നു. മുജീബ് റഹ്മാൻ മറ്റ് പല താല്പര്യങ്ങൾ വെച്ചിട്ടാണ് ഇയാളുടെ കവിത അല്ലെങ്കിൽ ഇയാളുടെ ഗാനം ദേശീയ ഗാനമാക്കി മാറ്റിയത് എന്നൊക്കെ പുള്ളി പറയും. പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ദാവൂദ് എന്നല്ല, മറ്റേന്തെങ്കിലും പേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അജിംസും നിഷാദ് റാവുത്തൂരൊക്കെ ഇത് തന്നെ ആവർത്തിക്കും. കയ്യിൽ ചോരയുള്ളവരുടെ സ്മാരകം അടിച്ച് തകർക്കണം എന്ന പുതിയ ഒരു നറേറ്റീവ് കൊണ്ടുവരും. ഞാനിത് പറഞ്ഞതെന്താ വെച്ചാൽ, ഇത് ടാഗോറിൻ്റെ മാത്രം അവസ്ഥയല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രാമുഖ്യമുള്ള, അവർക്ക് പങ്കാളിത്തമുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോൾ UDFൻ്റെ ഭാഗമായി ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പിന്തുണയോട് കൂടിയ ഒരു സർക്കാർ കേരളത്തിൽ വന്നാൽ ഇനി വള്ളത്തോളിൻ്റെ സ്മാരകവും കുമാരനാശാൻ്റെ സ്മാരകമൊക്കെ ഇതേ അവസ്ഥയിൽ തന്നെ എത്തും. സംശയമുള്ളവർക്ക് അല്പം കൂടി കാത്തിരുന്നാൽ മതി. 2026 അല്ലെങ്കിൽ 2027 നമ്മളത് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.